നമസ്കാരം. വൈസ് പ്രസിഡന്റും US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായിരുന്ന കമല ഹാരിസിന്റെ ജീവന് ഭീഷണിയോ? കമല ഹാരിസ് താമസിക്കുന്ന ഹോട്ടലിൽ തോക്കുമായി ഒരു ജീവനക്കാരൻ എത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. തോക്കുമായി എത്തിയ ഫെയർമോൺ ഹോട്ടലിലെ ജീവനക്കാരനെ സാൻ ഫ്രാൻസിസ്കോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരനിറച്ച തോക്കുമായാണ് ജീവനക്കാരൻ ഹോട്ടലിൽ എത്തിയതെന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ ഇയാൾ എന്തിനാണ് തോക്ക് കൈവശം വെച്ചതെന്നോ എന്താണ് ഇയാളുടെ ഉദ്ദേശമെന്നോ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിനായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് വിവരം. രാവിലെ 7 മണിയോടെ തോക്കുമായി ഹോട്ടലിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ US രഹസ്യാന്വേഷണ വിഭാഗം തടഞ്ഞുവെച്ചത്. രഹസ്യാന്വേഷണ വിഭാഗം സ്ഥാപിച്ച മാഗ്നറ്റോമീറ്ററുകൾ ഉപയോഗിച്ചാണ് ആയുധം കണ്ടെത്തിയത്. ഉദ്യോഗസ്ഥർ തോക്ക് പിടിച്ചെടുത്തിട്ടുണ്ട്. തോക്ക് ഒളിപ്പിച്ചതിനും പൊതുസ്ഥലത്ത് നിറച്ച തോക്ക് കൈവശം വെച്ചതിനും ജീവനക്കാരനെതിരെ കേസെടുത്തതായി പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ടെക്സാസിലെ ടാരൻ കൗണ്ടിൽ ഇയാൾക്ക് അറസ്റ്റ് വാറന്റ് നിലവിലുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ എന്താണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. ഇയാൾ അടുത്തിടെ ടെക്സാസിലേക്ക് നിന്ന് താമസം മാറിയിരുന്നു. അവിടെ ഒളിപ്പിച്ച തോക്ക് കൈവശം വെക്കുന്നത് നിയമാനുസൃതമാണെന്നും സാൻ ഫ്രാൻസിസ്കോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. ഇയാളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഹവായിയിലെ ഒരു അവധിക്കാലം കഴിഞ്ഞു മടങ്ങിയ ശേഷമാണ് കമല ഹാരിസ് തന്റെ ഭർത്താവ് ഡഗ് ഇംഹോഫിനൊപ്പം സാൻ ഫ്രാൻസിസ്കോയിലെ ഹോട്ടലിലേക്ക് എത്തിയത്. ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് ഇരുവരും ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കമല ഹാരിസിനെയോ ഭർത്താവിനെയോ ലക്ഷ്യമിട്ടല്ല ഇയാൾ വന്നതെന്നും പോലീസ് ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ഇയാൾ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം കമല ഹാരിസിന്റെ സാൻ ഫ്രാൻസിസ്കോയിലെ ആദ്യ സന്ദർശനമായിരുന്നു ഇത്. കാലിഫോർണിയയിലെ ഓക്ലാൻഡിൽ നിന്നുള്ള കമല ഹാരിസ് കാലിഫോർണിയ അറ്റോർണി ജനറൽ ആകുന്നതിനും രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നതിനും മുൻപ് 2004-നും 2011-നും ഇടയിൽ സാൻ ഫ്രാൻസിസ്കോയുടെ ജില്ലാ അറ്റോർണിയുടെ സേവനം അനുഷ്ഠിച്ചിരുന്നു. പലപ്പോഴും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് കമല ഹാരിസ് എത്താറുണ്ട്. അതേസമയം വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയാൽ കാലിഫോർണിയയിലെ സാക്രമെന്റോയിൽ ആയിരിക്കും കമല ഹാരിസ് ശിഷ്ടകാലം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഗവർണർഗാവിൽ ന്യൂമോസിന്റെ കാലാവധി 2026 അവസാനിക്കുന്നതോടെ വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ പുതിയ ഗവർണറെ തെരഞ്ഞെടുക്കും. കമല ഹാരിസ് മത്സരിച്ചാൽ ഈ സീറ്റിൽ വിജയിക്കാൻ സാധ്യതയുള്ള ജനപ്രിയ സ്ഥാനാർത്ഥിയായിരിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.